ബ്രെയിനിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിൻ ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഷെയർ ചെയ്യാം. ഒന്നാമത്തത്, നമ്മുടെ ബ്രെയിൻ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ അതിനൊരു വേറെ സ്വഭാവമാണ്, രാത്രി വേറെ ഒരു സ്വഭാവമാണ്. സോ നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ രാവിലത്തെ സമയമാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 9 മണിക്ക് മുന്നേ ആയിട്ടുള്ള സമയങ്ങൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ലോജിക്ക്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ അലേർട്ടായിട്ട് ഇരിക്കുന്ന സമയമാണ് ഈ രാവിലത്തെ സമയം. ഒരു 9 മണിക്ക് ശേഷം നമ്മൾ നമ്മുടെ ലൈഫിൽ ബിസി ആവും. നമ്മുടെ എല്ലാവരുടെയും ഒരു റൂട്ടീൻ കാണുമല്ലോ ഫോളോ ചെയ്യാനായിട്ട്. നമ്മൾ ബിസി ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആയാലും ഈക്വലി ടയേർഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഡിസിഷൻ ഫട്ടിഗ് ഉണ്ടാവുന്നത്. അതാണ് ഈ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടിരിക്കുന്നത്. ദിവസം പോയി രാത്രി ആകുമ്പം പറ്റുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ലോജിക്ക് മനസ്സിലാവത്തില്ല. രാത്രിയിൽ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമ്പൾസ് അല്ലെങ്കിൽ ഇമോഷൻ്റെ ബേസിസിലാണ്. അതാണ് പലപ്പോഴും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ അനാവശ്യ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പം പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലും ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമായിരിക്കും. അന്നത്തെ അപ്പോഴത്തെ ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഇമോഷൻ്റെ ബേസിസിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളത് റിഗ്രറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അയക്കണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ രാവിലെ ഒരിക്കലും എഴുന്നേറ്റ പാടെ അങ്ങനത്തെ മെസ്സേജസ് ആർക്കും അയക്കാറില്ല. ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? രണ്ടാമത്തത്, ന്യൂറൽ കപ്ലിംഗ്. എന്താണത്? നമ്മൾ ആരുടെ കൂടാണോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ അത് നോട്ടീസ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ ലിറ്ററലി അവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ, അവരുടെ സംസാര രീതി, അവർ ബിഹേവ് ചെയ്യുന്ന രീതി, അവരുടെ ഡ്രസ്സിങ് സെൻസ്, അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റി അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളെ അതേ രീതിയിൽ മാറ്റിയെടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരെ കോപ്പി ചെയ്ത് തുടങ്ങും. It is not like we are picking up their energies, but we are trying to match up with their brain frequencies. സോ നമ്മൾ ആരുടെ കൂടെയാണ് ദിവസത്തെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോസിറ്റീവ് ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളും അതുപോലെ ആവും. അതേ സമയത്ത് നമ്മൾ ഓവർ തിങ്കേഴ്സ് അല്ലെങ്കിൽ ഓവർ ആൻഷ്യസ് ആയിട്ട് ഒരുമാതിരിയുള്ള ആൾക്കാരുടെ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെയും ആ രീതിയിൽ ആക്കിയെടുക്കും. മൂന്നാമത്തത്, രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്താണോ നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം ഏതെങ്കിലും മൂവീസ് ആവാം, പാട്ടുകളാവാം, അല്ലെങ്കിൽ ബുക്കിൽ വായിച്ച എന്തെങ്കിലും ആവാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എന്തുവാണോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത് നമ്മുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ വെക്കും. സോ ഇപ്പം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അത് വായിക്കുക. അടുപ്പിച്ച് ഒരാഴ്ച വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നെക്സ്റ്റ്, ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നമ്മുടെ ബ്രെയിനിനെ ഫിസിക്കലി അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണോ ഡെയിലി ചെയ്യുന്നത്, നമ്മുടെ ഓരോ ഹാബിറ്റും നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഡെയിലി ഓവർ തിങ്ക് ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാം. നമ്മൾ റിപ്പീറ്റഡായിട്ട് ഓവർ തിങ്ക് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിന് നമ്മളെ അതിൽ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അതേ സമയത്ത് നമ്മൾ ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിൽ, ലാംഗ്വേജ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബുക്ക് വായിക്കുകയോ പുതിയ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് പല കാര്യങ്ങളും. ഇപ്പോൾ ഒരു ആർട്ട് വർക്ക് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻറ് ക്രിയേഷൻ എന്തെങ്കിലും ആവാം. പുതിയ പുതിയ തോട്ട്സും ഐഡിയാസും എല്ലാം നമ്മൾ ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ അതിൽ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കും. ലാസ്റ്റ്, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് നമ്മുടെ രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചിലർ നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തും. ഇപ്പം ബ്രെയിനിന് അറിയത്തില്ല അതൊരു ഇന്നർ വോയിസ് ആണ് നമ്മളോട് പറയാന്നുള്ളത്. ബ്രെയിനിന് തോന്നും വെളിയിൽ നിന്ന് വന്ന ഏതെങ്കിലും ഔട്ട്സൈഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സേയിങ് ദാറ്റ് ഐ എം സോ സ്റ്റുപ്പിഡ്, ഐ എം ഗുഡ് ഫോർ നത്തിങ്. ഇത് റിപ്പീറ്റഡായിട്ട് പറയുകയാണെങ്കിൽ ബ്രെയിനിന് അറിയത്തില്ല നമ്മളോട് പറയുന്നതാണെന്ന്. ബ്രെയിൻ അങ്ങ് അസ്യൂം ചെയ്യും വെളിയിൽ നിന്ന് ആരാണ്ട് വന്ന് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ അങ്ങനെ പറഞ്ഞിട്ട് പോയായിരുന്നു. അപ്പോൾ ബ്രെയിൻ അത് റിയാലിറ്റി ആണെന്ന് വിശ്വസിച്ച് പോകും. സോ ബി കെയർഫുൾ വാട്ട് യു ആർ സേയിങ് ടു യുവർ സെൽഫ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പറ്റുവാണെങ്കിൽ ഇതുപോലത്തെ ടോപ്പിക്സായിട്ട് ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാം.